നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വരുന്നത് ഒരു പ്രണയത്തിന്റെ പുറത്താണെന്ന്, ഒരു പ്രണയത്താൽ ആകർഷിക്കപ്പെട്ടിട്ടാണെന്ന്. അവിടത്തേക്ക് നമ്മെ സ്നേഹിക്കാനും നമുക്ക് അവിടത്തെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള തീഷ്ണതയോടുകൂടെ ഈശോയുടെ അടുക്കലേക്ക് വരാൻ അമ്മ ത്രേസ്യ ഓർമ്മിപ്പിക്കുന്നു. കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തെ. തന്റെ ജീവൻ കുരിശിൽ പണയം വെക്കാൻ തക്കവിധമുള്ള, കുരിശിൽ വിറ്റുകളയാൻ, തന്റെ ജീവൻ അവിടുന്ന് കുരിശിൽ വിറ്റുകളയുകയാണ്. നമുക്ക് വേണ്ടി ബലിയായിത്തീരുന്ന സ്നേഹത്തെ ഓർക്കണം. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ദഹന ബലിയാക്കി മാറ്റുന്ന പിതാവിന്റെ സ്നേഹത്തെ ഓർക്കണം. നമ്മിൽ വന്ന് കത്തിജ്വലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ സ്നേഹത്തെ ഓർക്കണം. റിമെമ്പർ ദ ഗ്രേറ്റ് ലവ്. അമ്മ ത്രേസ്യ അവിടെ കോൺവെന്റിലെ ഒരു തിരുനാളുമായി ബന്ധപ്പെട്ട് സാക്രിസ്റ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സാക്രിസ്റ്റിയുടെ ഒരു മൂലയ്ക്കൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കെട്ടപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ ഒരു രൂപമുണ്ടായിരുന്നു. ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ രൂപം, കാണാൻ ഭംഗിയില്ലാത്ത ഒരു രൂപം, ശരീരം മുഴുവൻ ക്ഷതമേറ്റതിന്റെ അടയാളങ്ങളുള്ള ഒരു രൂപം, മുൾമുടി ചൂടി കണ്ണിലൂടെയും മൂക്കിലൂടെയും കവിൾത്തടങ്ങളിലൂടെയും രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപം. മനുഷ്യരെന്ന് സങ്കൽപ്പിക്കാൻ പറ്റാത്ത വിധം വൈകൃതമാക്കപ്പെട്ട ശരീരത്തോടുകൂടെ നിന്നവന്റെ ഒരു രൂപമുണ്ടായിരുന്നു. ഈ രൂപം കണ്ടപ്പോൾ അമ്മ ത്രേസ്യയുടെ ഹൃദയത്തിലൂടെ ഒരു ചിന്ത കടന്നുപോയി. അവൻ തന്റെ മാനുഷികതയിൽ, ഈശോ തന്റെ മനുഷ്യ ശരീരത്തിൽ, പച്ചയായ മനുഷ്യ ശരീരത്തിൽ എനിക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചു എന്നത്, അവിടുന്ന് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമാണെന്ന് അവൾ ധ്യാനിച്ചു. ആ സ്നേഹത്തെ ധ്യാനിച്ച് ഈ രൂപം കണ്ടപ്പോൾ അവൾ ഒരു പ്രാർത്ഥന ചൊല്ലി, ദൈവമേ, നിന്റെ ഈ സ്നേഹത്തെ ഒരിക്കലും നിന്ദിക്കാൻ, ഒരു പാപം പോലും ഒരിക്കൽ പോലും നിന്നെ ഒഫൻഡ് ചെയ്യാൻ എനിക്ക് ഇനിയിട വരുത്തരുതേ. ബിക്കോസ് ഐ നോ ഹൗ മച്ച് യു ലവ് മീ.